ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിന് മുന്നിലാണ്. 1502 വാസ്കോഡ ഗാമ രണ്ടാം തവണ കേരളത്തിൽ വന്നപ്പോൾ കണ്ണൂരിൽ ഒരു വാണിജ്യ കേന്ദ്രം സ്ഥാപിക്കുവാനുള്ള അനുവാദം ഇവിടുത്തെ കോലത്തിരിയിൽ നിന്ന് നേടിയെടുക്കുകയും സുരക്ഷിതമായി ഇവിടെ കല്ലുകൊണ്ട് ഒരു മതിലുകെട്ടി കാവലിനായി 200 പടയാളികളെ നിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം 1505 ഒക്ടോബർ 23 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇതേ സ്ഥലത്ത് കണ്ണൂർ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും തുടർന്ന് 1772 അറയ്ക്കൽ ബീവിക്ക് വിൽക്കുകയും ചെയ്തു. പക്ഷേ 18 വർഷങ്ങൾക്കു ശേഷം 1790 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കണ്ണൂർ കോട്ട പിടിച്ചെടുത്തു. ഇവിടുത്തെ പ്രധാന കവാടത്തിൽ കുറേ ഇരുമ്പുദണ്ടുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. യുദ്ധസമയത്തൊക്കെ പടയാളികളും ആനകളുമൊക്കെ വന്ന് ഈ വാതിൽ ചവിട്ടിപ്പൊളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇരുമ്പുദണ്ടുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടയുടെ അകത്തെ പ്രധാന ആകർഷണം കുതിരകളെ കെട്ടിയിരുന്ന സ്ഥലമാണ്. ഒരു തീവണ്ടിയുടെ ബോഗി പോലെ തോന്നും ഇവിടം കാണാൻ. 1 കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്നു ഇവിടുത്തെ കടലിനോട് നോക്കിയിരിക്കുന്ന പീരങ്കികൾക്ക്. നട്ടുച്ചയ്ക്ക് പോലും ഇവിടുത്തെ ജയിലറകളിൽ ഒരു നേർത്ത വെളിച്ചം മാത്രമേ ഉണ്ടാകൂ. അതിൽ നിന്നും മനസ്സിലാക്കാം തടവുകാർ അന്ന് അനുഭവിച്ച യാതനകളും പീഡനങ്ങളും. ഇവിടുത്തെ ഓരോ കല്ലിനും മണ്ണിനും പറയാനുണ്ടാകും ത്രസിപ്പിക്കുന്ന പഴയകാലത്തെ കഥകൾ.